ഹായ് ഫ്രണ്ട്സ്, ലാവണ്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവർ 3 പേര് ഇത്രയും സന്തോഷത്തോടു കൂടി എങ്ങോട്ടാണെന്നോ പോകുന്നത്? ശബരിമലയിൽ പോകാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ മാലയിടാൻ പോകുന്നതാണ്. അപ്പോൾ ചേട്ടനും ദേവൂട്ടിയും ഒരാഴ്ച കൊണ്ട് വ്രതമെടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇന്ന് പോയി മാലയിട്ടിട്ട് നാളെയാണ് അവർ ശബരിമലയ്ക്ക് പോകുന്നത്. എല്ലാ പ്രാവശ്യവും സീസണിലാണ് പോകുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം മാത്രമാണ് ഇത്രയും നേരത്തെ പോകുന്നത്. അപ്പോൾ അതിനൊരു കാരണമുണ്ട് കേട്ടോ. നവംബറിലല്ലേ നമ്മളെ മണ്ഡലകാലം തുടങ്ങുന്നത്. അപ്പോൾ ഡിസംബർ ആകുമ്പോഴത്തേനും മോൾക്ക് 10 വയസ്സാവും. പിന്നെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നവംബർ വരെയൊക്കെ കാത്തിരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ പോകാൻ പറ്റാതിരുന്ന് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര വിഷമമായിപ്പോവും. കാരണം അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മലയ്ക്ക് പോകാനായിട്ട്. അപ്പം മാലയിടാനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ കയറി കേട്ടോ. അപ്പോൾ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ അതുപോലെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചോറിന് കറിയും പിന്നെ അപ്പമായിരുന്നു ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ അപ്പം ഉണ്ടാക്കി തക്കാളി കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. തക്കാളി കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനുള്ള സമയമില്ലായിരുന്നു. അപ്പോൾ ഉച്ചത്തേക്ക് സാമ്പാറാണ് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ സാമ്പാർ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പൊതുവെ ചേട്ടന് സാമ്പാർ ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടൻ കഴിച്ചോളും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന കറി വേണമെന്നൊന്നുമില്ല, അവർ പഞ്ചസാര ഇട്ടും കുറച്ച് കറിയായിട്ട് അവർ കഴിച്ചോളും. അപ്പോൾ എൻ്റെ ജോലികളെല്ലാം കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ പണിയും തീർന്നപ്പോഴത്തേനും അതാ അവർ മാലയിട്ടിട്ട് എത്തിയിട്ടുണ്ട്. വന്ന ഉടനെ എന്നെ ദേവൂട്ടി മാലയെടുത്ത് കാണിക്കുകയാണ്, ചുട്ടിയും മാലയായിട്ട്. അപ്പോൾ ആഞ്ജനേയൻ വന്ന ഉടനെ എൻ്റെ അടുത്ത് പരാതി പറയാണ്, അച്ഛനും ദേവൂട്ടി ചേച്ചി മാത്രം മാല ഇട്ടുള്ളൂ, അവന് മാല വാങ്ങിച്ചു കൊടുത്തില്ല, അതുകൊണ്ട് അവൻ ഇട്ടുകൊണ്ട് പോയ മാല മാത്രമേ കഴുത്തിലുള്ളെന്നും പറഞ്ഞ് എന്നെ കാണിച്ച് പരാതി പറയുന്നതാണ് ഈ കാണുന്നത്. മാല പൊട്ടിക്കരുത്, കൊതുകിനടിച്ച് കൊള്ളരുത് എന്നൊക്കെയാണ് ഈ പറയുന്നത്. ചേട്ടൻ വണ്ടിയിലിരുന്ന് ദേവൂട്ടിയുടെ അടുത്ത് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് കേട്ടിട്ടാണ് ഈ വന്നിരുന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.